പ്രൈസ് ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തതാണ്. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രാഹാമിനെ വിളിച്ചു വേർതിരിച്ച് അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ പൃഥുഭവനത്തെ വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നാൽ സകലവും അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, ദൈവം അബ്രാഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അവൻ്റെ ജീവിതത്തിൽ നിറവേറാനുള്ള കാരണം പിതാവാം ദൈവവുമായിട്ടൊരു വലിയ ഉടമ്പടി അബ്രാഹാമിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ഉടമ്പടിക്കകത്ത് നിന്നപ്പോൾ അബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവശബ്ദം കേട്ട് നീ ഭാരപ്പെടാനല്ല, തളരാനല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ മനസ്സിനെ ഒന്ന് പുതുക്കുക. പുതുക്കത്തിൻ്റെ അനുഭവത്തിനകത്ത് ഉടമ്പടികളെ പുതുക്കുവാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിൻ്റെ വാഗ്ദത്തങ്ങൾ നിൻ്റെ മേൽ തുറക്കും. നിൻ്റെ വാഗ്ദത്തം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു ജാതിയായി മാറും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം നമ്മളിൽ നിന്ന് മാറത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മളിൽ നിന്ന് തക്ക സമയത്ത് അതുകൊണ്ടാണ് അബ്രാഹാമിൻ്റെ ജീവിതം തക്ക സമയത്ത് അബ്രാഹാമിന് വേണ്ടി ആ വാഗ്ദത്തം തുറന്നുവെങ്കിൽ അതെ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന താൻ വിശ്വസിച്ച ദൈവത്തെങ്കിൽ അവൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ വിശ്വാസത്തിൽ വാഗ്ദത്തം തുറന്നുവെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ വാഗ്ദത്തത്തെ തുറക്കുക. നമുക്ക് ആ ഉടമ്പടിക്കകത്തേക്ക് കയറാം. ഉടമ്പടിയെ ഒന്ന് പുതുക്കാം. ആ പുതുക്കത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.